ഇങ്ങനെ ഒരു പത്രസമ്മേളനം ചേരാനിടയായത് CPIM-ന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം 20-ാം തീയതി മുതൽ 23-ാം തീയതി വരെ കോവളത്ത് വെച്ചാണ് ചേരുന്നത്. ഞങ്ങളുടെ പാർട്ടിക്ക് 42,781 പാർട്ടി അംഗങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ട്. 2,684 പാർട്ടി ബ്രാഞ്ചുകളുണ്ട്. 185 പാർട്ടി ലോക്കൽ കമ്മിറ്റികളും 19 ഏരിയ കമ്മിറ്റികളുമുണ്ട്. പാർട്ടി ബ്രാഞ്ചുകൾ 2,684 പാർട്ടി ബ്രാഞ്ചുകളിലും 185 ലോക്കൽ സമ്മേളനങ്ങളിലും അതുപോലെ 19 ഏരിയ സമ്മേളനങ്ങളിലും സഖാക്കള് വിമർശനവും സ്വയവിമർശനവും നടത്തിയാണ് ഞങ്ങളുടെ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചും വരാൻ പോകുന്ന നാളുകളിൽ കഴിഞ്ഞ കാലത്തെ കുറവുകൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞു അതിൽ നിന്ന് മുന്നേറാനുള്ള രൂപരേഖ തയ്യാറാക്കിയുമാണ് ഞങ്ങളുടെ സമ്മേളനങ്ങൾ സമാപിക്കുന്നത്. 19 ഏരിയ സമ്മേളനങ്ങളും നല്ല നിലയിൽ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് എല്ലാ നടപടികളും പൂർത്തീകരിച്ച് നമുക്ക് സമ്മേളനം പൂർത്തീകരിക്കാനായി സാധിച്ചിട്ടുണ്ട്. ജില്ലയിൽ വിഭാഗീയ പ്രവർത്തനമൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. ഒറ്റക്കെട്ടായി ജില്ലയിലെ പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ജില്ലാ ലീഡർഷിപ്പും അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചാണ് പാർട്ടി സമ്മേളനങ്ങളാകെ നടത്തി തീർത്തിട്ടുള്ളത്. സമ്മേളനം നഗർ സഖാവ് ആനത്തലവട്ടം ആനന്ദൻ സഖാവിന്റെ പേരിലാണ് സമ്മേളന നഗർ സജ്ജീകരിച്ചിട്ടുള്ളത്. GV രാജ കോവളത്തെ GV രാജ കൺവെൻഷൻ സെന്ററിലാണ് ജില്ലാ സമ്മേളനം ചേരുന്നത്. അത് സഖാവ് ആനത്തലവട്ടം ആനന്ദൻ ഈ ജില്ലയിലെ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള തൊഴിലാളി വർഗ നേതാവാണ് സഖാവ് ആനത്തലവട്ടം. അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് ആ പ്രതിനിധി സമ്മേളന നഗർ. 23-ന് ഉച്ചയ്ക്ക് ശേഷം റെഡ് വോളണ്ടിയർ മാർച്ച്, ജില്ലയിലെ ആയിരക്കണക്കിന് വരുന്ന റെഡ് വോളണ്ടിയർമാരുടെ മാർച്ച്, 5 ഏരിയകൾ കേന്ദ്രീകരിച്ചുള്ള പ്രകടനവും 19 ഏരിയകളുണ്ടെങ്കിലും 5 ഏരിയ കമ്മിറ്റികൾ മാത്രമേ ഞങ്ങൾ കേന്ദ്രീകരിക്കുന്നുള്ളൂ. അത്രയും ആളുകളെ കൊള്ളാനുള്ള സൗകര്യം പോലും അവിടെ ഇല്ല. പക്ഷേ എങ്കിലും പരമാവധി ഒരു നല്ല പ്രകടനം എന്നുള്ള നിലയിൽ 5 ഏരിയകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നടത്തുന്നത് 23-ാം തീയതി. അത് അന്തരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയുടെ നാമധേയത്തിലാണ് അത് നടത്തുന്നത്. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ ബഹുമാനീയനായിട്ടുള്ള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. പ്രതിനിധി സമ്മേളനം 21-ാം തീയതി രാവിലെ ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് MA ബേബിയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് അടക്കം 11 സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാർ, അതിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 11 സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സമ്മേളന നടപടികൾ നിയന്ത്രിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതുവരെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനും ഗോവിന്ദൻ മാഷ് അടക്കമുള്ള 11 സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഈ സമ്മേളനത്തിലുടനീളം സഖാക്കള് പങ്കെടുക്കുന്നുണ്ട്. 20-ാം തീയതി സഖാവ് ആനത്തലവട്ടം ആനന്ദന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുള്ള പതാകയും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന സഖാവ് തിരുവല്ലം ശിവരാജന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുള്ള കൊടിമര ജാഥയും മറ്റ് 17 ഏരിയകളിൽ നിന്ന് ദീപശിഖകളും പ്രധാനപ്പെട്ട രക്തസാക്ഷികൾ, പ്രധാനപ്പെട്ട നേതാക്കന്മാർ അവരുടെ സ്മൃതി മണ്ഡപങ്ങളിൽ നിന്ന് വരുന്ന ദീപശിഖകളും വൈകുന്നേരം 5:30 കോവളത്ത് എത്തിച്ചേരും. അവിടെ ദീപം തെളിക്കലും സ്മൃതി മണ്ഡപത്തിൽ ദീപം തെളിക്കലും അതുപോലെ തന്നെ പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്തലും അന്ന് ഉണ്ടാകും. മെച്ചപ്പെട്ട നിലയിലാണ് കോവളത്ത് അവർ ഈ സമ്മേളനം നടത്തുന്നതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 7-ാം തീയതി മുതൽ ഓരോ ദിവസവും നിരവധി പരിപാടികളാണ്
ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് കോവളത്തെ സംഘാടക സമിതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇന്നലെയാകട്ടെ ഏറ്റവും നമ്മുടെ നാട് മുഴുവൻ ശ്രദ്ധിക്കുന്ന തരത്തിലേക്കുള്ളൊരു പ്രവർത്തനം ഇന്നലെ അവിടെ നടക്കുകയുണ്ടായി. മഹാത്മാ അയ്യങ്കാളിയുടെ 125-ാം വില്ലുവണ്ടി യാത്രയുടെ 125-ാം വർഷം ആഘോഷിക്കുന്ന അവസരത്തിൽ അയ്യങ്കാളിയുടെ ഒരു കുടുംബാംഗം അവിടുത്തെ പാർട്ടിക്ക് നൽകിയ 1 സെന്റ് ഭൂമിയിൽ ഇന്നലെ വില്ലുവണ്ടി യാത്രയെ അനുസ്മരിക്കുന്ന ഒരു പ്രതിമ ഉണ്ടാക്കുകയും അതിൻ്റെ അനാച്ഛാദന കർമ്മം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാഷ് നിർവഹിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ മഹാത്മാ അയ്യങ്കാളിക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ് എന്ന് നമുക്കറിയാം. സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ച ഒരു കാലഘട്ടത്തിൽ മഹാരാജാവ് എഴുന്നള്ളുന്നത് പോലെ ഒരു വെല്ലുവണ്ടി രൂപകൽപ്പന ചെയ്ത് നല്ല വസ്ത്രം ധരിച്ച് തലപ്പാവ് വെച്ച് അയ്യങ്കാളി ആ വണ്ടിയിൽ യാത്ര ചെയ്ത് ഭരണാധികാരികളുടെ ഈ നീചമായ പ്രവൃത്തിയെ തുറന്നുകാട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ധീരനായിട്ടുള്ള ഒരു നവോത്ഥാന പ്രവർത്തകനാണ് മഹാത്മാ അയ്യങ്കാളി. അപ്പോൾ അദ്ദേഹത്തെ ഓർക്കുക, അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കു മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുക, അദ്ദേഹം നടത്തിയിട്ടുള്ള ആ പുറപ്പാട്, ധീരത, അത് ഒരിക്കൽ കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, അതിനു വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കോവളം ഏരിയ കമ്മിറ്റി ഇത്തരം ഒരു ധീരമായ നിലപാടിലേക്ക് ഇന്നലെ പോയിട്ടുള്ളത് എന്നുള്ളതറിയാം. എല്ലാ വിഭാഗം ആളുകളെയും ഈ സമ്മേളനത്തിന്റെ ഭാഗമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ പരിപാടികളാണ് അവിടെ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ മേഖലയാണ് വിഴിഞ്ഞം എന്ന് നമുക്കറിയാം. ആ വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികളുടേതായിട്ടുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും അവിടെ 100 സ്മൃതി മണ്ഡപത്തോടനുബന്ധിച്ച വിവിധ പരിപാടികൾ എല്ലാ ദിവസവും അവിടെ നടന്നു വരികയാണ്. മറ്റന്നാള് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീമതി ടീച്ചർ പങ്കെടുക്കുന്ന 1000 വനിതകൾ പാടുന്നു എന്ന ഒരു ശ്രദ്ധേയമായിട്ടുള്ള പരിപാടി അവിടെ സംഘടിപ്പിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ 1000 വനിതകൾ ഈണത്തിനൊത്ത് പാടുന്ന, താളത്തിനൊത്ത് പാടുന്ന ഒരു പ്രത്യേക സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പോൾ 1000 വനിതകളെ ഒരുമിച്ച് കൂട്ടാൻ കഴിയുന്ന ഒരു ബൃഹത്തായ പദ്ധതി അവിടുത്തെ സംഘാടക സമിതി കൃത്യമായിട്ട് ആലോചിച്ച് നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനോട് ഒപ്പം തന്നെ ജലഘോഷയാത്ര, 100 കണക്കിന് വള്ളങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ജലഘോഷയാത്ര 18-ാം തീയതി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുസ്തകോത്സവം, കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രസാധകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് 17-ാം തീയതി മുതൽ വലിയ പുസ്തകോത്സവമാണ് അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഒരു മാധ്യമ സെമിനാറും അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള, എല്ലായ്പ്പോഴും ഓർക്കാൻ പറ്റുന്ന, എല്ലാ മേഖലയെയും കോർത്തിണക്കുന്ന ഒരു വലിയ പരിപാടിക്കാണ് ഞങ്ങൾ നന്ദി കുറിക്കുന്നത്. ഇന്നിപ്പോൾ പത്രസമ്മേളനം നടത്തുമ്പോൾ നാളെ ഞങ്ങളുടെ 42,000-ത്തിലധികം വരുന്ന പാർട്ടി അംഗങ്ങളുടെ വീടുകളിൽ ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പതാക ഉയരുകയാണ്. എല്ലാ വീടുകളിലും ഒരു പാർട്ടി പതാക ഉയരുക, പാർട്ടി ഓഫീസുകളിൽ പതാക ഉയർത്തുക, പ്രധാനപ്പെട്ട ബ്രാഞ്ച് കേന്ദ്രങ്ങളിൽ ഒരു പതാക ഉയർത്തുക എന്ന ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരിപാടി പതാക ദിനത്തിന്റെ ഭാഗമായിട്ട് തന്നെ നാളെ സംഘടിപ്പിക്കുന്നുണ്ട്. 451 പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ ആകെ പങ്കെടുക്കുന്നത്. പിന്നെ ഉപരി കമ്മിറ്റിയിൽ നിന്നുള്ള നേതാക്കന്മാരും അടക്കം ഏതാണ്ട് 475ഓളം വരുന്ന നേതാക്കളും സഖാക്കളുമാണ് ഈ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ 3 ദിവസം ചേരുന്ന പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ചിട്ടയോടുകൂടി സമ്മേളനങ്ങൾ നടത്താനും പൂർത്തീകരിക്കാനും ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഒന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പ്രസ് വിളിച്ചിട്ടുള്ളത്.